ധന്യ, ഈ ഹിസ്ബുള്ള നേതാവായ നസ്രല്ലയുമായി വളരെ അടുപ്പമുള്ള ഒരാളുണ്ടായിരുന്നു, ഹുസൈൻ ബാഷ്. ആളാണ് ഈ ഹിസ്ബുള്ളയുടെ സാമ്പത്തികം പരമായും മീഡിയ മാനേജ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ആളാണ് ഈ ഹുസൈൻ ബാഷ്. ഇപ്പോൾ ഒരു റൂമർ ഇറങ്ങിയിട്ടുണ്ട്, എക്സിലൊക്കെ കണ്ടു ഒരു പോസ്റ്റിങ്ങിന് ഒരു റൂമർ ഇറങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണം വളരെയധികം കടുത്ത ഒരു ലെബനനിലുള്ള ഹിസ്ബുള്ളയുമായി ആക്രമണം വളരെ ശക്തമായ സാഹചര്യത്തിൽ കിട്ടിയതെല്ലാം കൂടെ വാരി പറക്കിക്കൊണ്ട് നേരെ ഇസ്രായേലിലോട്ട് ഓടിയിട്ടുണ്ട് എന്നാണ് ഒരു റിപ്പോർട്ട് വരുന്നത്. അതായത് ഇവരുടെ മാപ്പ് അടക്കമുള്ള ഏകദേശമുള്ള എല്ലാ രേഖകളും ബാക്കി പണം എല്ലാം ഇതെല്ലാം വാരിക്കെട്ടി ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ട്. ഇനി അഭയം പ്രാപിച്ചു പോയതാണോ, എല്ലാം മാപ്പ് പറഞ്ഞ് കീഴടങ്ങാനാണോ എന്താണെന്ന് അറിയില്ല. ഇങ്ങനൊരു റൂമർ വരുന്നുണ്ട്, അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. ഒരുപക്ഷെ അത് സത്യമാണ് എങ്കിൽ ഇതോടെ മോനെ നീ തീർന്ന് എന്ന് ഹിസ്ബുള്ളയോട് നോക്കി പറയാനേ വഴിയുള്ളൂ എന്ന്. അതോടെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ എല്ലാം ശാന്തമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവുമോ? ഗാസയിൽ ഏകദേശം ഹമാസിന്റെ എല്ലാ കാര്യങ്ങളും ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഹുസൈൻ ബാഷാണ് ഇപ്പോൾ താരം. കാരണം ഹിസ്ബുള്ള ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഈ പ്രത്യേകിച്ച് ഈ പേജർ പൊട്ടിത്തെറിയും ഈ വാക്കി ടോക്കി പൊട്ടിത്തെറിയൊക്കെ വന്നപ്പോൾ തന്നെ അറിയാമായിരുന്നു ഇതിൻ്റെ ഉള്ളിലൊരു ചാരനുണ്ട്. ആ ചാരനാണ് ഇവരുടെ കൃത്യമായ കാര്യങ്ങൾ ഇസ്രായേലിന് ചോർത്തി കൊടുക്കുന്നത്. ആ ചോർത്തലാണ് ഇസ്രായേലിന് ഇവരെയൊക്കെ ഇല്ലാതാക്കാൻ സഹായം കിട്ടിയത് എന്നുള്ളത്. ഇവരാരും കൊല്ലപ്പെട്ടതിൽ ആരും കരഞ്ഞു മെഴുകിയിട്ട് കാര്യമില്ല. കാരണം ഹമാസും ഇസ്രായേൽ എന്ന് പറയുന്നത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളാണ്. ഇവരാരും ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയോ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയോ പ്രയത്നിക്കുന്നവരല്ല. ഇവരുടെ ജീവിതം ദുസ്സഹമാക്കാൻ, അതെ, ഇവരുടെ സ്വൈര്യ വിഹാരത്തിന് വേണ്ടി ഇവരുടെ നേട്ടങ്ങൾ ഇവരുടെ മതാചാരങ്ങളൊക്കെ അടിച്ചേൽപ്പിച്ച് ഒരു ജനതയെ ഭയപ്പെടുത്തിക്കൊണ്ട് ഭരിക്കാൻ വേണ്ടി ഉള്ള ഒരു തീവ്രവാദ സംഘടനകളാണ് ഇവർ രണ്ടുപേരും. ആ സംഘടനയിലുള്ള തലവനായ നാസറുള്ളയുടെ ഹിസ്ബുള്ള തലവൻ നാസറുള്ളയുടെ വലം കൈയായിരുന്നു. അതായത് ഹിസ്ബുള്ളയെ കുറിച്ച് എല്ലാ രഹസ്യവും അറിയാവുന്ന, ഹിസ്ബുള്ളയ്ക്ക് എവിടെയൊക്കെ തുരങ്കങ്ങളുണ്ട്, ആയുധപ്പുരകൾ എവിടെയാണ്, ഇവരുണ്ടാക്കുന്ന ആയുധങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്, ഇനി യുദ്ധം ഏത് തരത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഇവർ ഒരുങ്ങുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവരുടെ മീഡിയ മാനേജ്മെന്റ്, ഇവരുടെ ബിസിനസ് മാനേജ്മെന്റ്, ഫിനാൻസ്, രഹസ്യരേഖകൾ തുടങ്ങി പണം, ഇവർ ഇതുവരെ ആളുകളിൽ നിന്ന് കൈക്കലാക്കിയ പണങ്ങൾ മുഴുവൻ ഇതെല്ലാം ഉപയോഗിച്ചാണ് ഇസ്രായേലിലേക്ക് അഭയം പ്രാപിച്ചത് എന്ന് പറയുമ്പോൾ ഇനി ഹിസ്ബുള്ളയെ തീർക്കാൻ ഇസ്രായേലിന് മറ്റാരുടെയും സഹായം വേണ്ട. ഇവരുടെ പദ്ധതികൾ ഓരോന്നായി ഹുസൈൻ ബാഷ് കൃത്യമായി ഇസ്രായേൽ സേനയോട് വിവരിച്ചു കൊടുക്കുമ്പോൾ ഇവരുടെ രഹസ്യ കേന്ദ്രങ്ങളിലൊക്കെ മിസൈലിട്ട് ഇവരെ ഇല്ലാതാക്കാൻ ഈ നിമിഷങ്ങളുടെ കാര്യം മാത്രമേ ഇസ്രായേലിനുള്ളൂ എന്നതാണ്. ഇന്ന് രാവിലെ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇസ്രായേൽ കരയുദ്ധത്തിന്റെ ഭീഷണി മുഴക്കിയിരുന്നു. ഇനിയും അവർ ഇപ്പോ നടക്കുന്നതിന് പുറമെ കരയുദ്ധം അവർ US-ഉം UK-യും എല്ലാം വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പറഞ്ഞു ഇനിയും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ കരയുദ്ധം തന്നെ നടക്കും. അപ്പൊ ഈ കരയുദ്ധം എന്നുള്ള ഒരു വാണിംഗ് കിട്ടിയതോടെ ആയിരിക്കുമോ ഇയാൾ ഈ പേടിച്ചിട്ടുണ്ടാവുക? ചേച്ചി, ഈ കരയുദ്ധം ശരിയാണ്, അതിലൊരു ഇത് നടക്കും. ഇപ്പം നമ്മുടെ സീനിയറായിട്ടൊരു റിപ്പോർട്ടർ ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞത് ഗാസ തീർന്നു, ഗാസയിലുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ ഹമാസിനെയൊക്കെ അവർ തീർത്തു, ഗാസയിലുള്ള മുഴുവൻ പ്രദേശങ്ങളും പിടിച്ചെടുക്കാവുന്ന രീതിയിലേക്ക് ഇസ്രായേൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ നിന്ന് 60,000 പേരെയാണ് ഇവർ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ 60,000 ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോകണം, അതിനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തു തരും, അല്ലാതെ ഇങ്ങനെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കാതെ. കാരണം ഈ സംഘർഷം, പശ്ചിമേഷ്യയിൽ ഈ സംഘർഷം 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭയം നമുക്കുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത്, ഈ 60,000 പേരും പറയുന്നത് നിങ്ങൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കാതെ ഞങ്ങളെ ഞങ്ങളുടെ വീടുകളിൽ സ്വസ്ഥമായി താമസിക്കാൻ അനുവദിക്കൂ. അവിടെ ഒരു തിരഞ്ഞെടുപ്പിന്റെ ഏകദേശ കാര്യങ്ങൾ നടക്കുകയാണ്. ഈ 60,000 പേര് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രമേ ബെഞ്ചമിൻ നെതന്യാഹുവിന് അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയൂ. അപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്സും കൂടെ ഉണ്ട്. യുദ്ധത്തിനപ്പുറം ഈ ഹമാസിനെ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുക എന്നതിനപ്പുറം ബെഞ്ചമിൻ നെതന്യാഹുവിന് സ്വന്തമായ ഒരു നിലനിൽപ്പിൻ്റെ കൂടി ഒരു സാധ്യത അവിടെ തേടിയേ മതിയാകൂ. അതുകൊണ്ടാണ് ഈ കരയുദ്ധത്തിലേക്ക്, അതായത് എല്ലാവരെയും തീർത്തിട്ട് ഈ ഗാസയെ പിടിച്ചെടുക്കുക. കാരണം ഇവരുടെ ആക്രമണം കൊണ്ടല്ലേ 60,000 പേർക്ക് മാറി താമസിക്കേണ്ടി വരുന്നത്. കാരണം ഇവർ ഒരു മിസൈൽ വിടുമ്പോൾ അവിടെ നിന്ന് 5 എണ്ണം ഇങ്ങോട്ട് പോരും. അപ്പോൾ 5 ഹമാസിന്റെ ഒരു 5 തീവ്രവാദ ക്യാമ്പുകൾ തകരും. ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ, ഇസ്രായേലുമായി നേരിട്ട് ഏറ്റുമുട്ടൽ തുടങ്ങി 1 വർഷം പിന്നിടുമ്പോൾ ഇതാദ്യമായാണ്
ഹിസ്ബുള്ള ഭീകരർ ആ രാജ്യത്തേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയക്കുന്നത്. ഇതിന് തിരിച്ചടിയായി ഇന്നലെ മാത്രം 60ഓളം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രയേലും അവകാശപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലെബനനിൽ 51 പേർ, ഇന്നലെ മാത്രം 51 പേർ കൊല്ലപ്പെടുകയും 223 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അറിയിച്ചത് ലെബനനിലെ ആരോഗ്യമന്ത്രിയാണ്. ഇതിനിടെ ലെബനനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് അമേരിക്കയും ഫ്രാൻസും നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മറ്റു രാജ്യങ്ങൾ ഈ സമാധാനം നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോഴും ഹിസ്ബുള്ള വീണ്ടും ആക്രമിക്കുന്നതല്ലേ വീണ്ടും ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ആക്രമണം നിർത്തില്ല. അവരിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ ലക്ഷ്യം ഇപ്പോൾ ഹിസ്ബുള്ളയെ തകർത്തത്, അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഒക്കെ തകർത്തത് മൊസാദാണ്. മൊസാദ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചാര സംഘടനയാണ്. അപ്പോൾ മൊസാദിനെ ഇപ്പോൾ മൊസാദിന്റെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ മൊസാദിനെ ലക്ഷ്യം വെച്ചാണ് ഇവർ ഖാദർ 1 എന്ന് പറയുന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ അയച്ചത്. അപ്പോൾ മൊസാദിനെ എങ്ങനെയും തീർക്കുക എന്നുള്ളതാണ്. അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം ഈ മൊസാദിൽ ആരൊക്കെ ഉണ്ട്, ആരാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞു 50% വനിതകളാണ്, 24 പേർ അതിൽ തന്നെ ജോലി ചെയ്യുന്നു. ഇവർ എവിടെ ഉള്ളവരാണ്, ആരാണ്, ഇതൊന്നും ആർക്കും അറിയില്ല. ഈ ഹിസ്ബുള്ള ചിന്തിക്കുന്നതിന് മുന്നേ മൊസാദ് തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങും. അപ്പോൾ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മൊസാദാണ്. മാത്രമല്ല ആ രാജ്യത്തെ ജനങ്ങളാണ് അവിടുത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഈ അവിടുത്തെ ജനങ്ങൾക്ക് രാജ്യത്തോടുള്ള സ്നേഹം, സിവിലിയന്മാർ എല്ലാവരും പട്ടാളക്കാരന്മാരാകുന്നു, നിർബന്ധിത പട്ടാള സേവനം നടത്തുന്നു. ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കാൻ ഏത് നാട്ടിൽ നിന്നും ഞങ്ങൾ ഇസ്രായേലിലേക്ക് വരാൻ തയ്യാറാണ് എന്നവർ പറയുന്നുണ്ട്. മാത്രമല്ല യഹോവയാണ്, അതായത് ഞങ്ങളെ കൂടെ നിൽക്കുന്നവർക്കൊപ്പം ഞങ്ങൾ നിൽക്കും എന്ന് യഹോവ, ഞങ്ങളെ അനുഗ്രഹിക്കുന്നവർ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ അനുഗ്രഹിക്കുമെന്നാണ് യഹോവ പറയുന്നത്. ആ യഹോവയിൽ വിശ്വാസം വെച്ചുകൊണ്ടാണ് ഈ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ആ വിശ്വാസത്തിലൂന്നി ആ യഹോവയുടെ വിശ്വാസം, യഹോവയാണ് ഞാൻ എന്ന് പറയുന്നത്, എൻ്റെ രാജ്യം ദൈവത്തിൽ വിശ്വസിക്കുന്നു, എന്നെ ഉപദ്രവിക്കുന്നവരെ യഹോവ ഉപദ്രവിക്കും, എന്നെ രക്ഷിക്കുന്നവരോടൊപ്പം യഹോവ നിൽക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യവും ഇന്ത്യയും അങ്ങോട്ടേക്ക് ആയുധങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നത് അവരെയൊക്കെ യഹോവ രക്ഷിക്കും. ആ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഈ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധമൊന്നും അവരെ ഈ ഇസ്രായേലിൻ്റെ മുന്നിൽ, അവരുടെ ആയുധക്കോപ്പുകൾക്ക് മുന്നിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ ഒരിക്കലും ഹിസ്ബുള്ളയ്ക്കോ ഹമാസിനോ ഇറാനോ കഴിയില്ല. രാവിലെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇറാൻ്റെ ആയുധങ്ങളൊന്നും അതിനു വേണ്ടി മാത്രം ശേഷിയുള്ളതല്ല, സൈനിക ശക്തിയും അതിനുവേണ്ടി ശേഷിയുള്ളതല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഹിസ്ബുള്ള നാസറുള്ളയുടെ വലങ്കൈ തന്നെ ഇസ്രായേലിലേക്ക് എത്തുമ്പോൾ ഹിസ്ബുള്ള തീർന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. ഇനിയൊരു യുദ്ധത്തിൻ്റെ ആവശ്യമുണ്ടോ? കാരണം എല്ലാ രഹസ്യങ്ങളും ഇസ്രായേലിന്റെ അടുത്തെത്തി. റൂട്ട് മാപ്പ് അടക്കം, രേഖാചിത്രങ്ങൾ അടക്കം, അല്ലെങ്കിൽ അവർ ആയുധം എവിടെയൊക്കെ സൂക്ഷിച്ച് പറഞ്ഞില്ലേ, ലിവിംഗ് റൂമുകളിൽ എല്ലാം, ഈ തുരങ്കങ്ങൾ എന്തായാലും ഓൾറെഡി അത് ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട്. തുരങ്കങ്ങൾ എവിടെയാണ്, ഈ തുരങ്കങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട്, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള മിസൈലുകൾ എവിടെയാണ്, അല്ലെങ്കിൽ റോക്കറ്റുകൾ എവിടെയാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്? ഇതൊക്കെ ഒരാൾ ചെന്ന് ശത്രു രാജ്യത്തോട് പറയുമ്പോൾ, അല്ലെങ്കിൽ ശത്രുക്കളോട് പറയുമ്പോൾ അവർ അവിടെ വിജയിച്ചു എന്നുള്ളതാണ്. കാരണം ഇനി ഇതൊരു റൂമർ ആണെങ്കിൽ പോലും, ഇതൊരു അഭ്യൂഹമാണെങ്കിൽ പോലും ഇവർക്ക് ഇയാൾ അപ്പുറത്തേക്ക് ചാടി, ഈ പറയുന്ന വലങ്കൈ അപ്പുറത്തേക്ക് ചാടി. പക്ഷേ ഇവർക്ക് ഇപ്പുറത്ത് ഉള്ളവർക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തീർക്കാനുള്ള സമയം കൊടുക്കുന്നതിന് മുന്നേ ആക്രമണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ മൊത്തം തരിപ്പണമാക്കും ഇസ്രായേൽ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ആയുധം വെച്ച് ഇതിപ്പോ റൂമറാണെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്ബുള്ള അവിടെ ആയുധം വെച്ച് കീഴടങ്ങി എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നേതാവുമായി അത്രയും അടുപ്പമുള്ളയാള്, ഇത്രയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് ഹിസ്ബുള്ളയുടെ നേതാവെന്ന് തന്നെ പറയാം. ഇപ്പം എല്ലാവരും കൊന്നുകൊണ്ടിരിക്കുക, എല്ലാ തീവ്രവാദികളെയും നിന്ന നിപ്പിൽ ബാക്കി ടോക്കി പൊട്ടിത്തെറിക്കുന്നു, പേജർ പൊട്ടിത്തെറിക്കുന്നു, ബാത്റൂമുകളിൽ പോയ ക്ലോസറ്റുകൾ പൊട്ടിത്തെറിക്കുന്നു. ഒരുവിധ നേതാക്കൾ, ഇനി താഴെത്തട്ടിലുള്ളവരേ ഉള്ളൂ, ഒരുവിധം എല്ലാം പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു പേടി ഉണ്ടാവില്ലേ? ജീവനിലെ എല്ലാ മനുഷ്യരും വലുത്, ഇവിടെ നിന്നാൽ മരണം ഉറപ്പാണ്, എന്നാൽ പിന്നെ മറുകണ്ഠം ചാടി അവരോടൊപ്പം നിൽക്കുന്നതല്ലേ കുറച്ചുകൂടി നല്ലത് എന്ന് തോന്നിയതായിരിക്കും. പക്ഷെ ഇവരെയൊക്കെ കൈ കിട്ടിയാൽ, ഈ ഹുസൈൻ ബാഷയൊക്കെ കൈ കിട്ടിയാൽ വച്ചിരിക്കുമോ എന്നുള്ളതാണ്. പിന്നെ ഈ രഹസ്യങ്ങൾ ചോർത്തുന്നവരെ ഇസ്രായേൽ കൂടെ നിർത്തുമായിരിക്കും. അത് കഴിഞ്ഞാൽ ഭീകര സംഘടനയുള്ള ആളല്ലേ, പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മളെ റിൻസൺ ജോസ് ഒക്കെ ഏത് വഴിക്ക് എവിടെ കൂടെ പോയെന്ന് ആർക്കും അറിയില്ല. ഇപ്പൊ റിൻസനെ കുറിച്ച് ചർച്ച പോലുമില്ല. അമേരിക്കയിലുണ്ടോ ബഹിരാകാശത്താണോ എന്നൊന്നും ഒരു പിടിയും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നീ തീർന്നടാ, നീ തീർന്നെന്ന് തന്നെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.